ദൈവത്തിന്റെ വചനം പറയുകയാണ്, ജീവങ്കലേക്കുള്ള വഴി ഇടുങ്ങിയതാ. അമ്മേ, ഇടുങ്ങിയതാ. യേശു ഇടുങ്ങിയാന്ന് പറഞ്ഞാൽ നമുക്കൊരു വിശാലമാക്കാൻ നമുക്കൊരു അർഹതയുമില്ല. അമ്മേ, യേശു ഇടുങ്ങിയതാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ കയറി വിശാലമാക്കുന്നവരെയാണ് അടുത്ത വചനത്തിൽ പറയുന്നത് കള്ളപ്രവാചകന്മാർ. ഗ്ലോറി. മത്തായി സുവിശേഷം 7-13-14-15 വാക്യങ്ങൾ ഈ പറഞ്ഞേ. ഗ്ലോറി. യേശു ഇടുങ്ങിയതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഇടുങ്ങിയതാന്നാ. അമ്മേ, അതൊരു ഇച്ചിരി തീട്ടം കൂട്ടാനോ ഇച്ചിരി തീട്ടം കുറയ്ക്കാനോ നമുക്ക് അധികാരമില്ല. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോ ഈ വഴി കണ്ടെത്താൻ ചുരുക്കമാ എന്ന കർത്താവ് പറയുന്നത്. ചുരുക്കമേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. അമ്മേ, രാജ്യം നിങ്ങൾക്ക് തരുവാൻ പിതാവ് പ്രസാദിച്ചിരിക്കുകയാണ്. ഗ്ലോറി. നമുക്ക് കാണുവാനായിട്ട് കഴിയും ഈ രണ്ട് ഗ്രൂപ്പിനെ, ഈ ചർച്ചിൻ്റെ ഉള്ളിൽ ഈ രണ്ട് ഗ്രൂപ്പിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായത്തിൽ ഈ രണ്ട് ഗ്രൂപ്പിനെയും കാണാം. 6-ാം അധ്യായം തുടക്കത്തിൽ അവിടെ എഴുതിയിരിക്കുകയാണ്, ഒരു വമ്പിച്ച ജനാവലി, എ മൾട്ടിറ്റ്യൂഡ് ഓഫ് പീപ്പിൾ ഫോളോ ജീസസ്. യേശുവിനെ അനുഗമിച്ച് വരികയാണ് ഒരു വമ്പൻ കൂട്ടം. അവിടെ എഴുതിയിരിക്കുക. അതിന്റെ കാരണം എന്ന് പറയുന്നത്, അവൻ രോഗികളിൽ ചില അടയാളങ്ങൾ കണ്ടിട്ടാണ് അവിടെ വരുന്നത്. അമ്മേ, അത് യേശു സ്വർഗ്ഗരാജ്യം തരുന്നത് കണ്ടിട്ടൊന്നുമല്ല, രോഗികളിൽ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ട്, അതായത് മനുഷ്യർക്ക് ആവശ്യമുള്ളവർക്ക് കിട്ടിയത് കൊണ്ട് ഇതാ അവർ യേശുവിനെ അനുഗമിക്കുകയാണ്. അമ്മേ, എന്നാൽ തുടർന്ന് ഇതാ യേശു ക്രിസ്തു അവിടെ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. ആ ഭാഗം എടുത്തെങ്കിൽ ഒന്ന് വായിക്കുക. 6-ന്റെ തുടക്കം. അവൻ രോഗികളിൽ ചെയ്യുന്ന അടയാളങ്ങളെ കണ്ടിട്ട് ഒരു വലിയ പുരുഷാരം അവന്റെ പിന്നാലെ ചെന്നു. ശ്രദ്ധിച്ച്, യേശുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടരെ കണ്ടോ? യേശുവിനെ അനുഗമിക്കുന്ന ഒരു കൂട്ടർ, ഇവർ അനുഗമിക്കാനുള്ള കാരണം കൂടി അവിടെ എഴുതിയിട്ടുണ്ട്. എന്താണ് കാരണം? രോഗികളിൽ ചെന്ന അടയാളങ്ങൾ കണ്ടിട്ടാണ് ഇവർ അനുഗമിക്കുന്നത് യേശുവിനെ. അമ്മേ, അതായത് മനുഷ്യർക്ക് ആവശ്യമുള്ളത് കിട്ടുന്നത് കൊണ്ടാണ് ഇവർ അനുഗമിക്കുന്നത്. യേശു അത് തരാതിരിക്കത്തില്ല, തരും. ഗ്ലോറി. അമ്മേ, എന്നാൽ തുടർന്ന് 5 അപ്പം കൊണ്ട് 5000 അങ്ങ് പോറ്റി. അതോടുകൂടെ ആളങ്ങ് വീണ്ടും വർദ്ധിച്ചു. അമ്മേ, ഒരു വമ്പൻ കൂട്ടം. ഈ സമയത്താണ് യേശു പറയാൻ പോകുന്ന ഒരു കാര്യം ദൈവത്തിന് ആവശ്യമുള്ളത്. ഗ്ലോറി. ഈ സുബോധം നഷ്ടപ്പെട്ട ലോകത്തിന് ഇതാ യേശു ക്രിസ്തു റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ്. ഇവർ കൂടെ വരുന്നത്, യേശുവിന്റെ പുറകെ അന്വേഷിച്ച് നടക്കുന്നത്, ഈ ലോകത്തിൽ നിലനിൽക്കാത്തതിനെയാണ് അവർ അന്വേഷിക്കുന്നത്. എന്നാൽ യേശു അവരെ പിശാചിനെ തിരുത്തിയതുപോലെ യേശു അവരെയും തിരുത്തുക. പിശാചിനെ തിരുത്തിയതല്ല, അവർ പറഞ്ഞു മനസ്സിലാക്കിയ നമുക്ക് വേണ്ടി യേശു അവരെ തിരുത്തുക. അതിന്റെ 6:27 യേശു അവരെ തിരുത്തി. യേശു അവരെ തിരുത്തിയിട്ട് എന്താ പറഞ്ഞേ? വായിച്ച്. നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ടല്ല, നശിച്ചു പോകുന്ന ആഹാരത്തിനായിട്ട് അല്ല, നിത്യജീവനിലേക്ക് നിലനിൽക്കുന്ന ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. ആഹാരത്തിനായിട്ട് തന്നെ പ്രവർത്തിപ്പിൻ. അത് മനുഷ്യപുത്രൻ നിങ്ങൾക്ക് തരും. അത് തരുന്നത് വേറെ ആരുമല്ല, യേശു ക്രിസ്തുവാ നിങ്ങൾക്ക് തരുന്നേ. യേശു ക്രിസ്തുവാ തരുന്നേ. അതിന് യേശുവിനെ പിതാവ് മുദ്രയിട്ടിരിക്കുന്നു, സീലടിച്ചിരിക്കുന്നു. ഇതങ്ങ് പറഞ്ഞ് താഴേക്ക് അങ്ങ് വന്നതോടുകൂടെ അവസാനമായപ്പോ ഈ വമ്പൻ ജനാവലി അങ്ങ് ഓരോന്നായിട്ട് അങ്ങ് വിട്ടുപോകാൻ തുടങ്ങി. ഓരോന്നായിട്ട് വിട്ടുപോകാൻ തുടങ്ങി. അവസാനം 12 പേര് മാത്രം ശേഷിച്ചു. കണ്ടോ? മെഗാ ചർച്ച് ഇപ്പൊ എന്തായി? ടൈനി ചർച്ചായി. ഇതേപോലത്തെ ധൈര്യം എനിക്ക് തോന്നുന്നില്ല ഒരു ദേവദാസനം ഉണ്ടെന്ന് ഇങ്ങനെയൊന്ന് ഫിൽട്ടർ ചെയ്യാൻ. യേശു ചെയ്തതുപോലെ ഗ്യാതറിങ് കൂട്ടാനാണ് നമ്മൾ ശ്രമിക്കുന്നത്, ഗ്യാതറിങ് കുറയ്ക്കാൻ ശ്രമിക്കാറില്ല. കണ്ടോ? വിളിക്കപ്പെട്ടവർ ഒരു കൂട്ടം, അതിൽ ഒരു കൂട്ടത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടവർ വേറൊരു കൂട്ടം. ഗ്ലോറി. യേശു അവിടെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. ആളുകൾ പോകാൻ നേരത്തെ യേശു പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. അയ്യോ അങ്ങനെ പോകല്ലേ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത്, ഞാൻ വേറെ ഉദ്ദേശിച്ചാണ് പറഞ്ഞത്, നമുക്ക് അവരെ ഇവരെ കൂട്ടി ചോദിച്ചു നോക്കാം. നോ. നിങ്ങൾക്കും പോകാൻ മനസ്സുണ്ടോ? കുഞ്ഞെ, എന്നെ പിതാവ് അയച്ചത് നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ, നിന്റെ നന്മയ്ക്ക് വേണ്ടിയാ. മനസ്സിലാവുന്നുണ്ടോ? ഉടനെ പത്രോസ് പറയുന്ന കാര്യമാ, നിത്യജീവന്റെ മൊഴികൾ ഞങ്ങൾ താൽക്കാലികമായതല്ല അന്വേഷിക്കണേ, ഞങ്ങൾക്ക് താൽക്കാലികമായതല്ല അന്വേഷിക്കണേ, ഞങ്ങൾ നിത്യമായത് അന്വേഷിക്കണേ. നിത്യജീവന്റെ മൊഴികൾ നിന്റെ പക്കലുണ്ട്, നിന്നെ വിട്ട് ഞങ്ങൾ എവിടെ പോകും? മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി.
അങ്ങനെ ഒരു മനോഭാവം നിങ്ങൾക്ക് ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ യേശുവിനെ പിന്തുടർന്ന് ദൈവരാജ്യം അവകാശമാക്കാൻ പറ്റും. അല്ലെങ്കിൽ വെറുതെ സമയം മെനക്കെടുത്ത് ഗ്ലോറി. ഹല്ലേലൂയ. ആദ്യം തന്നെ ആ ഒരു മനോഭാവത്തിലേക്ക് വാ. ഹല്ലേലൂയ. മനസ്സിലായോ? ആമേൻ. ദൈവ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ദൈവം നമ്മളെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയല്ല, ദൈവം നമ്മളെ ഉണ്ടാക്കിയത് ദൈവത്തിന് വേണ്ടിയാ. നമ്മളൊരു കാർ വാങ്ങിച്ചാൽ അത് കാറിന് വേണ്ടിയല്ല, നമുക്ക് വേണ്ടിയാ. ഇതേപോലെ ദൈവം നമ്മളെ ഉണ്ടാക്കിയത് നമുക്ക് വേണ്ടിയല്ല, ദൈവത്തിന് വേണ്ടിയാ. മനസ്സിലാക്കി ജീവിക്കുക, പ്രവർത്തിക്കുക. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ, ഇന്നലെയും മിനിഞ്ഞാന്നും നമ്മൾ മനസ്സിലാക്കിയ ഭാഗങ്ങൾ ഒരു കമ്പി വാചകത്തിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് ആഴത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് രാവിലെ ഭാഗങ്ങളിൽ നിങ്ങൾക്ക് ദൈവം തന്ന ചിന്തകൾ പറഞ്ഞുകൊണ്ട് ഉച്ച കഴിഞ്ഞ് അവസാന ഭാഗം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ളൊരു ഗൈഡൻസ് ആണ് അതിൻ്റെ അകത്തുള്ളത്. ദൈവത്തിൻ്റെ ആത്മാവ് തൻ്റെ തിരിഹിതം പോലെ ചെയ്യട്ടെ. ശ്രദ്ധയോടെയായിരിക്കുക. നിങ്ങൾക്ക് കിട്ടുന്ന ഏറ്റവും അമൂല്യമായ സമയങ്ങളാണ് നിങ്ങളുടെ അപ്പൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ ലോകത്തിൻ്റെ പല കാര്യങ്ങളും ഉണ്ടാകാം. ലോകത്തിൻ്റെ കാര്യങ്ങൾ പിശാച് ഉപയോഗിക്കുന്നത് നിങ്ങളെ അപ്പൻ്റെ ഹൃദയത്തിലെ ചിന്തകൾ കേൾക്കാതെ വലിച്ചുകൊണ്ട് പോകാനാണ്. അമ്മേ, അതുകൊണ്ട് ശ്രദ്ധയോടുകൂടെ ദൈവസന്നിധിയിലായിരുന്നാൽ പ്രിയരെ, നിങ്ങൾക്കും ജീവനിലേക്ക് കടക്കാം. നിങ്ങളിലൂടെ അനേകരും ജീവനിലേക്ക് കടന്നു വരുവാനിടയാണ്. അമ്മേ. ഹല്ലേലൂയ. ശുശ്രൂഷ അറേഞ്ച് ചെയ്ത ദൈവത്തിൻ്റെ ദാസന്മാരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ദൈവം നിങ്ങളെ മാനിക്കട്ടെ, സഹായിക്കട്ടെ. Oh Jesus, I give you glory. Projector. Okay, sorry. Oh, glory to God. ഞങ്ങൾ ഇന്നലെയും മിനിഞ്ഞാന്നുമായിട്ട് നമ്മൾ പഠിച്ചത്, നമ്മൾ ആരംഭത്തിൽ നിന്നൊന്നും ആരംഭിച്ചില്ല. ദൈവത്തിൻ്റെ സ്റ്റൈലായിരുന്നു. ദൈവത്തിൻ്റെ സ്റ്റൈൽ ഇതാണ്, എല്ലാം അവസാനിപ്പിച്ചിട്ടേ ആരംഭിക്കും. അതൊരു നല്ലൊരു സ്റ്റൈലാണ്. അപ്പോൾ നമുക്ക് ടൈം ഒന്നും വേസ്റ്റ് ചെയ്യാനില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുക. ഇപ്പോൾ ഒരു ബിസിനസ് തുടങ്ങുകയാണെങ്കിൽ തന്നെ അത് അവസാനിപ്പിച്ചിട്ട് ആരംഭിക്കുക. ഒരു വീട് പണിയാണെങ്കിൽ തന്നെ ആദ്യം അത് ഇരുന്നൊന്ന് അവസാനിപ്പിക്കുക. നീ ഒരു ഭവനം പണിയുന്നതിന് മുമ്പ് നീ ഒന്ന് ഇരിക്കേ, എന്നിട്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേ, ഒരു പ്ലാൻ വരയ്ക്കേ, അത് നിന്റെ ഹൃദയത്തിൻ്റെ ചിന്തകളെല്ലാം ഒന്ന് അവസാനിപ്പിക്കുക. എന്നിട്ട് നിനക്കതിന് വകയുണ്ടോന്ന് ആദ്യം നോക്ക്. എന്നിട്ട് വക ഉണ്ടെങ്കിൽ തുടങ്ങിയാൽ മതി. എമ്മേ, ഡിസൈൽഷിപ്പിന്റെ കാര്യത്തിൽ കർത്താവ് ഇത് തന്നെയാ പറയണേ. ആമേ. ഹല്ലേലൂയ. നിനക്കുള്ളതെല്ലാം വിട്ടുപിരിയാൻ കഴിയുന്നില്ല എങ്കിൽ ഇത് തുടങ്ങാതിരിക്കുകയല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി ടു ഗോഡ്. അപ്പോൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 46:10 ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്. ദൈവത്തിന്റെ ഒരു പ്രത്യേകത, ഹി ഡിക്ലെയർസ് ദ എൻഡ് ഫ്രം ദ ബിഗിനിങ്. ആദ്യം തന്നെ അവസാനം അങ്ങ് പ്രഖ്യാപിക്കും. അങ്ങ് പ്രഖ്യാപിച്ചതിന് ശേഷം മാത്രമേ ആദ്യം തുടങ്ങത്തുള്ളൂ. ഹല്ലേലൂയ. അപ്പോൾ ഇതേ രീതിയായിരുന്നു നമ്മൾ ക്ലാസ് തുടങ്ങിയത്. നമ്മൾ അവസാനത്തിൽ നിന്നാണ് ആരംഭിച്ചത്. ഇതിന്റെ കാരണം എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രിയരെ, ഈ ചെറുപ്പത്തിലെ ഞാൻ ഈ കുട്ടികളുടെ മാസിക പൂമ്പാറ്റ ബാലരമ ഇങ്ങനെയുള്ളതിലേക്ക് ഒരു കഥയുണ്ടാകും, ഒരു കളി ഉണ്ടാകും, വഴി കണ്ടുപിടിക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അതിൽ നമ്മളിങ്ങനെ വരച്ച് ഒരു കുട്ടിക്ക് അമ്മയെ നഷ്ടപ്പെട്ടു, കുട്ടിക്ക് അമ്മയുടെ അടുത്ത് പോകണം, വഴി കാണിച്ചു കൊടുക്കുക എന്നൊക്കെയായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വരച്ച് താഴെ നമ്മൾ വരച്ച് വരുമ്പോൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് ചെല്ലുമ്പോൾ വഴി കൂട്ടും. പിന്നെ അടുത്തവിടെ കയറി വരച്ച് വീണ്ടും ചെല്ലുമ്പോൾ വഴി കൂട്ടും. പക്ഷേ ഈ സമയത്ത് ദൈവം എനിക്ക് ഒരു എളുപ്പം വഴി മാർക്ക് കാണിച്ചു തന്നു. മോനെ, അങ്ങനെയല്ല, ആരംഭത്തിൽ നിന്ന് ആരംഭിക്കരുത്, അവസാനത്തിൽ നിന്ന് ആരംഭിച്ചാൽ നിനക്ക് എത്തേണ്ടിടത്തെത്താം. കുട്ടിയുടെ അടുത്ത് നിന്ന് ആരംഭിക്കുക, അമ്മയുടെ അടുത്ത് നിന്ന് ആരംഭിക്കുക. മോൾ അമ്മയുണ്ട്, അമ്മയുടെ അടുത്ത് നിന്ന് ആരംഭിക്കുക. അമ്മയുടെ അടുത്ത് ഒരു വഴി കാണിച്ചിട്ടുണ്ട്, ആ വഴി അവിടെ നിന്ന് താഴേക്ക് വരയ്ക്കാൻ തുടങ്ങുക. അങ്ങനെയെങ്കിൽ കുട്ടി എത്തേണ്ട ഈ വഴി കറക്റ്റായിട്ട് എത്തുവാനായിട്ട് ഇടയാവും. മനസ്സിലാക്കുക? ദൈവത്തിന്റെ മെത്തേഡ് അവസാനത്തിൽ നിന്ന് ആരംഭിക്കും. ഗ്ലോറി. ആരംഭത്തിൽ നിന്ന് ആരംഭിച്ചവർ പലരും പിടിക്കപ്പെട്ടു, ഇല്ലേ? ഇങ്ങനെ വരച്ച് അവരങ്ങ് ചെന്നു. അവരുടെ ചിന്തയിൽ അങ്ങ് എത്തുന്ന, അമ്മയുടെ അടുത്ത് എത്തുന്നതാണ്. പക്ഷേ അവിടെ എത്രയും മുമ്പ് പിടിക്കപ്പെട്ടു. എന്നെ കർത്താവെ എന്ന് വിളിക്കുന്ന ഏവനോ അല്ല, പിടിച്ചു. കണ്ടോ? എന്റെ സ്വർഗസ്വനായ പിതാവിനെ ഇഷ്ടം ചെയ്യുന്നവർ അത്രയും സ്വർഗത്തിൽ കയറുന്നത്. അപ്പൊ കർത്താവ് എന്ന് വിളിച്ചപ്പോഴോ നീ രക്ഷിക്കപ്പെട്ടു. ജനത്തിന് അറിഞ്ഞുകൂടാ രക്ഷ വേറെ, ദൈവരാജ്യം അവകാശമാക്കുന്നത് വേറെ എന്ന് ജനത്തിന് അറിഞ്ഞുകൂടാ. ഇത് എല്ലാം കൂടി അങ്ങ് അവരുടെ മനസ്സ് ഈ ലോകം കയറിയിട്ട് എല്ലാം അങ്ങ് അടഞ്ഞു പോയിരിക്കുക. ലോകം ഉപയോഗിക്കുന്നത് തന്നെ, അതായത് ലോകത്തിന്റെ ചിന്തയും സിസ്റ്റം ഉപയോഗിക്കുന്നത് തന്നെ ദൈവരാജ്യത്തെ മറക്കാനാണ്. വയലിൽ ഒളിച്ചു വെച്ച നിധി, വയൽ ലോകം.
സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയാ. അപ്പോൾ വയൽ ഉപയോഗിക്കുന്നത് തന്നെ ഈ ദൈവരാജ്യത്തെ മറയ്ക്കുവാനാണ് വയൽ ഉപയോഗിക്കുന്നത് തന്നെ. അപ്പോൾ പ്രിയ ദൈവത്തിന്റെ ജനമേ, ഇതാ മറ്റൊരു കൂട്ടര് ഇതാണ് ദൈവവേലയെന്നും പറഞ്ഞ് അവര് പഠിച്ചു, അഭിഷേകം പ്രാപിച്ചു, ഇതാ അത് രോഗികളെ സൗഖ്യമാക്കി, ഭൂതങ്ങളെ പുറത്താക്കി, ഇങ്ങനെ പല പല ശുശ്രൂഷകളും ചെയ്തു, ഇപ്പൊ ഞങ്ങൾക്ക് പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് അവരിതാ കർത്താവിന്റെ സിംഹാസനത്തിന് മുമ്പിൽ ചെന്നു. അവരും ആ തലേന്ന് വരച്ചങ്ങ് പോവുക. അവിടെ നമ്മുടെ കർത്താവ് പറഞ്ഞേ, അധർമ്മം പ്രവർത്തിക്കുന്നവരെ അത് നിങ്ങൾ അറിയുന്ന പോലുമില്ല. കണ്ടോ, വഴിയൊക്കെ പൂട്ടിയില്ലേ? ഇവിടെ വെച്ചാണ് നമ്മൾ ആരംഭിക്കുന്നത്. അവിടെ നിന്നൊന്നും തുടങ്ങാതെ അവസാനത്തിൽ നിന്ന് ആരംഭിക്കുക. എന്താണ് അവസാനം? അതാണ് യേശുവിന്റെ സുവിശേഷം. ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട, രാജ്യം, ദൈവരാജ്യം നിങ്ങൾക്ക് തരുവാൻ സ്വർഗം പ്രസാദിച്ചിരിക്കുന്നു. അപ്പൊ നമ്മൾ ആരംഭിച്ചത് അവിടെ നിന്ന്, സ്വർഗരാജ്യം. ഇതാണ് യേശുവിന്റെ സുവിശേഷം. അവിടെ നമ്മൾ ആരംഭിച്ചത് ഏറ്റവും അവസാനം സ്വർഗരാജ്യം. അപ്പൊ നമ്മൾ അത് അവകാശമാക്കണം. അത് അവകാശമാക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? ജഡ്ജ്മെന്റ് സീറ്റിൽ കർത്താവ് യേശു ക്രിസ്തു വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു എന്ത് ചെയ്യണമെന്ന്. എന്നെ കർത്താവ് കർത്താവ് വിളിക്കുന്ന എവനുമല്ല, എന്റെ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാണ് സ്വർഗരാജ്യത്തിൽ കയറുന്നത്. അപ്പോൾ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടമാണ് ഞാൻ അതിനു വേണ്ടി ചെയ്യുന്നത്. അത് എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? അടുത്തത് എന്താണ് സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? നിങ്ങൾ കേട്ടല്ലോ. ഒരു ക്ലൂ തരാം. എന്താ സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം? പ്രൊഡക്റ്റ് മാനുവൽ പറ. സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം മറ്റൊന്നുമല്ല. എഫെസ്യർ 4:9 നമ്മൾ വായിച്ചു. അതിന്റെ 1:4-5 നമ്മൾ വായിക്കാനിടയായി. ജെനസിസ് ഉൽപ്പത്തി 1:26 നമ്മൾ വായിക്കാനിടയായി. നമുക്ക് എന്തുണ്ടാക്കാം? ദൈവപുത്രന്മാരെ ഉണ്ടാക്കാം. അതായത് മനുഷ്യരെ ഉണ്ടാക്കാം. അവർ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ ദൈവത്തിന്റെ സ്വരൂപത്തിലും ആയിരിക്കട്ടെ. ഉൽപ്പത്തി 1 ഇതാ വെളിപ്പാട് 21:7 ഇതാ ദൈവപുത്രന്മാർ റെഡി. മനസ്സിലായോ? ജയിക്കുന്നവന് അവകാശമാകും, അവന് എനിക്ക് പുത്രനായിരിക്കും. മനസ്സിലായോ? അതോടെ ബൈബിള് കഴിഞ്ഞു. ഇതാണ് ദൈവത്തിന്റെ ഉദ്ദേശം. സകല സൃഷ്ടിയിൽ ഈറ്റുന്നവിടെ കാത്തിരിക്കണേ എന്തിനാ? ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനായി. റോമലേഖനം 8:19. മനസ്സിലായോ? യേശുവിനെ തന്നതെന്തിനാ? അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തെ വിശ്വസിക്കുന്ന അവർക്കും ദൈവദാസന്മാരാകാനുള്ള ദൈവദാസന്മാരല്ല, ദൈവ മക്കളാകാനുള്ള അധികാരം കൊടുത്തു. ശരിയല്ലേ? യേശു ക്രിസ്തു ബൈബിളിലെ ഏറ്റവും പ്രധാന അധ്യായം എന്ന് യേശു ക്രിസ്തു വെളിപ്പെടുത്തി കൊടുത്ത ഏതാ? യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 53-ാം അധ്യായം. ഏതാ അതിന്റെ കാതലായ വാക്യം വന്നേക്കണേ? അതിന്റെ 10-ാം വാക്യം. അവൻ സന്തതിയെ കാണണം. മനസ്സിലായോ? ദൈവപുത്രന്മാരെ കാണണം. മനസ്സിലായോ? പിന്നെ സ്നാനവും അതും ഇതും പരിച്ഛേദനവും അതും ഇതും വെള്ളമെടുപ്പും ഒക്കെ തർക്കമായിട്ട് ഈ സമൂഹം നിൽക്കുമ്പോ അതിന്റെ ഇടയിൽ പൗലോസ് പറയുകയാണ്, പരിച്ഛേദനവും അല്ല, പരിച്ഛേദന ഇല്ലായ്മയല്ല, പുതിയ സൃഷ്ടിയത്രേ, ദൈവപുത്രനത്രേ കാര്യം. തർക്കങ്ങൾ കൊണ്ട് നടക്കുകയല്ല. ദൈവം ആഗ്രഹിക്കുന്ന കുഞ്ഞെ നിന്റെ അകത്ത് ദൈവപുത്രം വെളിപ്പെടണം. ഇതാ കാര്യം. ഇതില്ലാതെ ബാക്കി എന്നിട്ട് കാര്യമില്ല. പ്രധാനപ്പെട്ട കാര്യങ്ങളെ വിഴുങ്ങി ചെറിയ കാര്യങ്ങളെ ഊതി വീർപ്പിച്ചാൽ അവരെ നോക്കി ദൈവം വിളിക്കും. ഒട്ടകത്തെ വിഴുങ്ങിയല്ലേ എന്നിട്ട് കൊതുകിനെ അരിച്ചെടുക്കുന്നോ കപട വ്യക്തിക്കാരെ. അങ്ങനെ ചെയ്യരുത്. നമുക്ക് വേറെ ഒന്നുമില്ല, ഒറ്റ ലക്ഷ്യം. ദൈവത്തിന്റെ ഹൃദയത്തിലെ അതേ ചിന്ത, the same mind of Jesus Christ. ആമേൻ. ഹല്ലേലൂയ. യേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ മനസ്സാ. ഒരു മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആരാ? സങ്കീർത്തനം സദൃശവാക്യം 21:7 പറയാ, വാട്ട് ഹി തിങ്ക് ഇൻ ഹിസ് ഹാർട്ട് സോ ഈസി. എന്താണ് ഒരു മനുഷ്യന് അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നത്, അതാണ് അവൻ. ഒരു മനുഷ്യൻ വെച്ചാൽ കൈയല്ല, ഒരു മനുഷ്യൻ വെച്ചാൽ കാലല്ല, ഒരു മനുഷ്യൻ വെച്ചാൽ കണ്ണല്ല, ഒരു മനുഷ്യൻ വെച്ചാൽ മൂക്കല്ല. ഒരു മനുഷ്യന് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ ചിന്തിക്കുന്നതാണ് അവൻ. മനസ്സിലായോ? യേശു എന്ന് പറഞ്ഞാൽ യേശുവിന്റെ ചിന്തകളാ. യേശുവിന്റെ ചിന്ത എന്താ? മൊത്തം എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്ത് അവന്റെ പ്രവൃത്തി തികയ്ക്കുന്നതാണ് എന്റെ ആഹാരം. കണ്ടോ യേശുവിന്റെ മനസ്സ്? കണ്ടോ? ഇതാ യേശുവിന്റെ മനസ്സ്. ഞാൻ എന്റെ ഇഷ്ടം ചെയ്യാനല്ല. അപ്പൊ യേശുവിന് ഇഷ്ടമുണ്ട്, പക്ഷെ യേശു അത് ചെയ്യൂല. എന്നെ അയച്ചവന്റെ ഇഷ്ടം ചെയ്യാനത്രേ ഞാൻ വന്നിരിക്കുന്നത്. അത് യേശുവിന്റെ മനസ്സ് പൂർണ്ണമായി പിതാവില്ല. ഗ്ലോറി. അതാണ് യേശു. ഗ്ലോറി. ഹല്ലേലൂയ. മനസ്സിലായോ? ഹല്ലേലൂയ. യേശുവിൽ വിശ്വസിക്കും എന്ന് പറയുമ്പോ ഈ പല പ്രവർത്തനങ്ങളുണ്ട്. ഈ പലരുടെ വിശ്വാസം കാണുമ്പോൾ ഒരു രസകരമായിട്ട് തോന്നും. അവരങ്ങ് വിശ്വസിക്കുക, പക്ഷെ ഈ വിശ്വാസം ഏത് ടൈപ്പാണെന്ന് ഒരു പിടി ആർക്കില്ല. നമ്മളെ രക്ഷിക്കുന്ന വിശ്വാസമുണ്ട്, ജെന്യുനായിട്ടുള്ള ഫെയ്ത്ത് ഉണ്ട്. കൂടുതലും അൺബിലീവിങ് ബിലീവേഴ്സാണ്
വിശ്വസിക്കാത്ത വിശ്വാസികളാണ് കൂടുതലും. അതായത് ഈ ഗൾഫിലൊക്കെ ഇടയ്ക്കിടയ്ക്ക് അംനസ്റ്റി പീരീഡ് വരും. നിങ്ങൾക്ക് അറിയുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അംനസ്റ്റി പീരീഡ് എന്ന് പറയും. അതായത് പൊതുമാപ്പ്. ഇലീഗലായിട്ട് താമസിക്കുന്ന ഗ്രൂപ്പുണ്ട്. വിസിറ്റിംഗ് വിസയിൽ അവിടെ വന്ന് ഇറങ്ങും. വിസിറ്റിംഗ് വിസയിൽ അവിടെ വന്ന് ഇറങ്ങിയിട്ട് വിസിറ്റിംഗ് വിസയുടെ കാലാവധി കഴിഞ്ഞാൽ അവരവിടെ നിന്ന് പോകത്തില്ല. എംപ്ലോയ്മെന്റ് വിസയിൽ നിന്നിട്ട് എംപ്ലോയ്മെന്റ് വിസയുടെ കാലാവധി കഴിഞ്ഞാൽ റിന്യൂ ചെയ്യാതെ ഒരു എംപ്ലോയറിൽ നിന്ന് ചാടി വേറെ അടുത്തേക്ക് പോകും. ഇലീഗലായിട്ട് അവിടെ ഒന്ന് ഇറങ്ങിയവര് ഇങ്ങനൊരു വലിയൊരു ഗ്രൂപ്പ് ഉണ്ട് അവിടെ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഗവൺമെന്റ് അംനസ്റ്റി നിശ്ചയിക്കും. ലാസ്റ്റ് നിശ്ചയിച്ചത് 2012 യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ അംനസ്റ്റി നിശ്ചയിച്ചത് 2012 ഡിസംബറിലാണ്, 2 മാസത്തേക്ക്, ഫെബ്രുവരി വരെ. പൊതുമാപ്പ്. ഗവൺമെന്റ് ജനങ്ങൾക്ക് മാപ്പ് കൊടുക്കുകയാണ്. ജനങ്ങൾ അറിയിക്കുന്നതല്ല, ഗവൺമെന്റ് കൊടുക്കുക. നമ്മുടെ കൃപ പോലെ, മനസ്സിലായോ? ജനങ്ങൾ അറിയിക്കുന്നതല്ല, അവർക്ക് കൊടുക്കുകയാണ്. അമ്മേ, അപ്പോ അങ്ങനെ കൊടുത്ത ഒരു സമയത്തെ ന്യൂസ് പേപ്പറിൽ വന്ന കട്ടാണിത്, പേപ്പർ കട്ടിംഗ് ആണിത്. 2 months amnesty for illegal residents begins December 4. അത് ഫെബ്രുവരി 3 2013 തീരും. 2012 തുടങ്ങി 2013 തീരും. അത് പബ്ലിഷ് ചെയ്ത ദിവസമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. November 14, 2012. പബ്ലിഷ്ഡ് വെനസ്ഡേ November 14, 2012. ഇനി ഇവിടെ താഴെ എഴുതിയിരിക്കുന്നുണ്ടോ? ഈ കടന്നു വന്നിരിക്കുന്നവരെല്ലാം ഇല്ലീഗലായിട്ട് അവിടെ താമസിക്കുന്നവരാ. ഇത് ഇന്ത്യൻ അസോസിയേഷനിലാണ് ഈ വന്നിരിക്കുന്നത്. അവിടുത്തെ ഗവൺമെന്റ് ആണ് അനൗൺസ് ചെയ്തത്. ഇന്ത്യൻ അസോസിയേഷനിൽ വന്നിരിക്കുമ്പോൾ നമ്മുടെ ഗവൺമെന്റ്, ഇന്ത്യ ഗവൺമെന്റ് ചില പ്രത്യേക ആനുകൂല്യങ്ങൾ ഇവർ കൊടുക്കുകയാണ്. ഫ്രീ ടിക്കറ്റ്, പിന്നെ അവിടെ നിന്നുള്ള ഗവൺമെന്റ് അനുവദിച്ച ഫ്രീ പാസ്, ഇതൊക്കെ കൊടുക്കുകയാണ്. ശരിക്കും ഇവിടെ താഴെ എഴുതിയിരിക്കുക, ഒഫീഷ്യൽസ് ഫ്രം ഇന്ത്യൻ കൗൺസിലേറ്റ് ആൻഡ് ഇന്ത്യൻ എയർലൈൻസ് ഡിസ്ട്രിബ്യൂട്ട് ഫ്രീ എയർ ടിക്കറ്റ്സ് ടു അംനസ്റ്റി സീക്കേഴ്സ് അറ്റ് ദ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ. ആമേൻ, ഹല്ലേലൂയ. ഇനി ഇതിന്റെ ഒഫീഷ്യൽ ആയിട്ടുള്ള അനൗൺസ്മെന്റിൽ ഇതാണ് നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ഒഫീഷ്യൽ അനൗൺസ്മെന്റ്. ഇത് യേശുക്രിസ്തു ഇവിടെ വന്ന് അനൗൺസ് ചെയ്ത പോലത്തെ അനൗൺസ്മെന്റ്. കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നീ മാനസാന്തരപ്പെടുവിൻ, സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ആമേൻ, ഹല്ലേലൂയ. സുവിശേഷത്തിൽ വിശ്വസിപ്പിൻ. ഏതാ സുവിശേഷം? ഏതാ സുവിശേഷം? ചെറിയാട്ടും കൂട്ടമേ ഭയപ്പെടേണ്ട, ദൈവരാജ്യം. അതിന്റെ അർത്ഥം വെച്ചാൽ ദൈവിക കുടുംബം, ദൈവം പ്രാധാന്യമായിട്ടുള്ള ദൈവിക കുടുംബം നിങ്ങൾക്ക് തരുവാൻ ദൈവം പ്രസാദിച്ചിരിക്കുന്നു. ശ്രദ്ധിക്കുക, അന്ന് യേശു മരിച്ചിട്ടില്ല കേട്ടോ. നമ്മൾ പറയുന്ന സുവിശേഷം ചിന്തിക്കരുത്. നമ്മൾ പോയി പറഞ്ഞ സുവിശേഷം എന്താ? യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ മരിച്ചു. അതുകൊണ്ട് ഈ നമ്മൾ പറഞ്ഞത് റോമാലേഖനം 10:9 അതുകൊണ്ട് യേശു ക്രിസ്തുവിനെ കർത്താവായി ഏറ്റുപറ, ഇതൊക്കെ നമ്മൾ പറയുന്നേ. പക്ഷെ യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചതാണോ? യേശു 3.5 വർഷക്കാലം പ്രസംഗിച്ചത് അതല്ല. അമ്മേ, യേശു പറഞ്ഞ സുവിശേഷം എന്ന് പറയുന്നത് പിതാവ് യേശുവിനോട് പറഞ്ഞ ദൈവരാജ്യത്തിന്റെ സുവിശേഷമാണ്. മനസ്സിലാവുന്നുണ്ടോ? അമ്മേ, ഹല്ലേലൂയ. അപ്പോ യേശു ആ സുവിശേഷത്തിൽ വിശ്വസിക്കാൻ പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഒരു പക്ഷേ ചിന്തിക്ക് യേശുവിനെ കുറിച്ച് പറയണ്ട. പിന്നെ തീർച്ചയായും പറയണം. യേശുവിനെ കിട്ടാത്ത ലോകത്തിൽ യേശുവിനെ അറിയിക്കണം. പക്ഷേ യേശു പറഞ്ഞ സുവിശേഷം മറന്നുപോകല്ലേ. യേശു പറഞ്ഞ സുവിശേഷം മറന്നുപോകരുത്. ഒരു ദിവസം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് എന്നെ രൂപം കാണിച്ചു. സാധാരണ ഞാൻ കണ്ടിരിക്കുന്ന കർത്താവിന്റെ രൂപം എല്ലായിടത്തും മരിച്ചു വെച്ചാൽ ഇങ്ങനെ 2 കൈ നീട്ടി ലോകത്തേക്ക് ഇങ്ങനെ മക്കളെ വാന്ന് പറഞ്ഞാ. പക്ഷേ ഇവിടെ വെച്ച് എന്നെ കർത്താവ് കാണിച്ച രൂപം അങ്ങനെയല്ല, ഒറ്റ കൈയുള്ളൂ ലോകത്തിലേക്ക്.
ഒറ്റ കൈ മാത്രമേ ഇട്ടിട്ടുള്ളൂ. വേറൊരു കൈ കർത്താവ് വേറൊരു ഭാഗത്തേക്ക് നീക്കിയിട്ടുണ്ട്. എനിക്കൊരു പിടുത്തം കിട്ടില്ല, എന്താ കർത്താവ് ഇങ്ങനെ ഒരു കൈ ലോകത്തിലേക്ക് ഒരു വേറൊരുത്തേക്ക് നീട്ടിയിരിക്കുക എന്താണെന്ന്. ഞാൻ കർത്താവ് വിളിച്ചു, കർത്താവേ ഇതെന്താ, ഇതിന്റെ അർത്ഥം എന്താ? അപ്പൊ കർത്താവ് എന്നോട് പറഞ്ഞു, മോനെ ഇത് 2 മിനിസ്ട്രിയാണ് ഇത് കാണിക്കുന്നത്. ഈ 2 കൈ 2 മിനിസ്ട്രിയാ. ഇന്ന് നിങ്ങൾ എന്നെ സ്നേഹിക്കണം, നിങ്ങൾ എൻ്റെ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മിനിസ്ട്രി ചെയ്യുന്നില്ല. എന്നെ സ്നേഹിക്കുന്ന നിങ്ങൾ എൻ്റെ ഒരു മിനിസ്ട്രി ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ മിനിസ്ട്രി ചെയ്യുന്നില്ല. അപ്പോഴാ കർത്താവ് പറഞ്ഞേ, നമ്മൾ ലോകത്ത് പോയി പ്രസംഗിക്കുന്ന വിശേഷം എന്താ? യേശുവിന്റെ ഭാഗങ്ങൾക്ക് വേണ്ടി മരിച്ചു, അതുകൊണ്ട് യേശുവിൽ വിശ്വസിക്കുക, എങ്കിൽ നീ രക്ഷിക്കപ്പെടും. യേശു 3 പ്രാവശ്യക്കാലം പ്രസംഗിച്ച അതല്ല. യേശു പറയാൻ, നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നില്ല. ഹലോ, ഞാൻ കാണിച്ചു കൊടുത്തത് നിങ്ങൾ കാണിച്ചു കൊടുക്കുന്നില്ല. നിങ്ങൾ എന്നെ കാണിച്ചു കൊടുക്കുന്നുണ്ട്, ദാറ്റ്സ് വെരി ഗുഡ്. പക്ഷെ ഞാൻ കാണിച്ചു കൊടുത്തില്ല എങ്കിൽ ജനം ആരംഭിക്കും, അവസാനിക്കത്തില്ല. ജനം ആരംഭിക്കും, a well beginning but a pathetic end. അത് കർത്താവെന്ന് വിളിച്ചു. ഞങ്ങളോട് അതാ പറഞ്ഞേ, കർത്താവിനെ സ്വീകരിക്കുക, കർത്താവെന്ന് വിളിക്കുക. ഞങ്ങൾ ചെയ്തല്ലോ. എന്നെ കർത്താവെന്ന് വിളിക്കുന്ന അവനുമല്ല. അടുത്ത മിനിസ്ട്രി, എന്റെ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവരാ സ്വർഗ്ഗരാജ്യത്തിൽ കയറുന്നത്. അപ്പൊ ഇതോ കുടുക്കി കിടക്കുന്ന ലോകത്തിന് യേശുവിനെ കാണിച്ചു കൊടുക്കുകയാണ്. ദ മിനിസ്ട്രി ടുവേഴ്സ് ജീസസ്. അതാ നമ്മൾ ചെയ്യുന്ന. ലോകത്ത് പോയി യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. യേശുവിനെ പരിചയമില്ലാത്ത ജനത്തിന് യേശുവിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ആവശ്യമാണ്. ഗ്ലോറി. എന്നാൽ അതോടൊപ്പം നാം ചെയ്യേണ്ടതാ, യേശു പരിചയപ്പെടുത്തി നാം പരിചയപ്പെടുത്തണം. യോഹന്നാൻ 17:25 യേശു പറയാ, പിതാവേ ലോകത്തിന് നിന്നെ അറിഞ്ഞുകൂടാ. ലോകത്തിന് നിന്നെ അറിഞ്ഞുകൂടാ. അതിന് 17:6 പറയാ, പിതാവേ ഞാൻ ലോകത്തിന് നിന്നെ വെളിപ്പെടുത്തുന്നു. ലോകത്തിന് നിന്നെ അറിഞ്ഞുകൂടാ. സൃഷ്ടാവിനെ അറിയാത്ത ലോകമാ. മനസ്സിലായോ? ഹല്ലേലൂയ. ഞാൻ നിന്നെ അവർക്ക് വെളിപ്പെടുത്തുന്നു. ഇത് നമ്മൾ യേശുവിനെ കാണിച്ചു കൊടുക്കുന്നു. യേശു കാണിച്ചു കൊടുക്കുന്നത് വളരെ കുറവ്. മനസ്സിലാവുന്നുണ്ടോ? ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞ സുവിശേഷം ഇതാണ്, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ ആഗ്രഹിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അതിന് നിങ്ങൾക്ക് ആദ്യം പിശാചിനെ പിടിക്കുന്ന രക്ഷ വേണം. അതിന് രക്ഷ വഴിയില്ല. അതുകൊണ്ട് ഞാൻ വഴി ഒരുക്കാൻ പോയി. എവിടെ? 1-ാം ആദം വഴി അടച്ചു. ഒടുക്കത്തെ ആദമായ ഞാൻ വഴി തുറക്കാൻ പോവുക. ഈ ശുശ്രൂഷയുടെ ഒടുവിൽ കാൽവരി ക്രൂശിൽ പോയി ഞാൻ ഇതാ വഴി തുറക്കാൻ പോവുക. ഒരു ജീവനുള്ള പുതിയ വഴി എന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ ഞാൻ തുറക്കാൻ പോവുകയാണ്. ഞാൻ തുറന്നാൽ ഇതാ നിങ്ങൾക്ക് പിതാവിന്റെ ഭവനത്തിലേക്ക് മടങ്ങി വരാം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ഹെബ്രായ ലേഖനം 10:13 പറയുന്നത്. അവൻ എന്ത് ചെയ്യുന്നറിയാം? കാൽവരി ക്രൂശിൽ തന്റെ ദേഹമെന്ന തിരശ്ശീലയിലൂടെ പഴയ വഴിയല്ല, ഒരു ജീവനുള്ള പുതിയ വഴി തുറന്നു. അതുകൊണ്ട് നമുക്ക് പഴയ സൃഷ്ടിയുടെ എക്സെപ്ഷൻ അല്ല, ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. മനസ്സിലാവുന്നുണ്ടോ? കാരണം പഴയ സൃഷ്ടി മരിച്ചു. ഇതാ കർത്താവ് മരിച്ചതിൽ ഒന്നും ചെയ്യാതെ, ശ്രദ്ധിച്ച്, ആ പഴയ സൃഷ്ടിയിൽ ഒന്നും ചെയ്യാതെ ഇതാ പുതിയത് ആരംഭിക്കുകയാണ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയരെ ശ്രദ്ധിച്ച്, ഇതേപോലത്തെ ഒരു അനൗൺസ്മെന്റ് ആണ് UAE ഗവൺമെന്റ് അനൗൺസ് ചെയ്യുന്നത്. ഇവിടെ ഇത് പല ഭാഗങ്ങളുണ്ട്, എല്ലാം വായിക്കാൻ സമയമില്ല, നിങ്ങൾ വായിച്ചോളൂ. The UAE Ministry of Interior Tuesday declared a 2-month amnesty for illegal residents leave the country without paying fines. പൈസ ഒന്നും കൊടുക്കേണ്ട, നിങ്ങൾ ഫ്രീ ആയിട്ട് നിങ്ങളെ വിടാൻ പോവാ. ഫ്രീ ആയിട്ട്. ലോകത്തിന്റെ പിടിയിൽ, പിശാചിന്റെ പിടിയിൽ പാപത്തിൽ ബന്ധിക്കപ്പെട്ട് കിടക്കുന്ന ജനത്തെ യേശു സൗജന്യമായി വിടുവിക്കുക. ഒരു പണവും കൊടുക്കണ്ട. മനസ്സിലായോ? ഗ്ലോറി. ഇത് അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം UAE പ്രസിഡന്റിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ്. യേശുവിലൂടെ ഇങ്ങനെ ഒരു സംഭവം നടന്നതിന്റെ കാരണം പിതാവിന്റെ ഹൃദയത്തിൽ ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടായതുകൊണ്ടാണ്. മനസ്സിലായോ? അതാണ് പിതാവിന്റെ കൃപ. പിതാവിനോട് ഓപ്പറേറ്റ് ചെയ്യുക. അതിനുവേണ്ടി ഒരു ഒഫീഷ്യലിനെ വെച്ചു. ആ ഒഫീഷ്യലാണ് ഇത് ഡിക്ലെയർ ചെയ്യുന്നത്. അദ്ദേഹത്തിന്റെ പേരാണ് മേജർ ജനറൽ നാസർ മിൻഹാലി.
നമുക്ക് എളുപ്പത്തിൽ പറയാം മിൻഹാലി എന്ന്. ഗ്ലോറി. അങ്ങനെ മിൻഹാലിയെ വെച്ചതുപോലെ, ഗവൺമെന്റ് ഷെയ്ഖ് മിൻഹാലിയെ വെച്ചതുപോലെ ഇതാ പിതാവ് യേശുവിനെ വെക്കുകയാണ്. അനൗൺസ്മെന്റ്സ്. ഗ്ലോറി. ഈ അനൗൺസ്മെന്റ് നടത്തി ഇതാ നിങ്ങൾക്കെല്ലാം ഒരു ഫൈനും അടയ്ക്കാതെ ഫ്രീ ആയിട്ട് നിങ്ങൾ കുടുക്കിലായി കിടക്കുന്ന UAE നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല, വിസ ഇല്ല, പാസ്പോർട്ട് ഇല്ല, ഒരു ക്രമീകരണം നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ല. ഈ അവസരം നിങ്ങൾക്ക് പോകാനുള്ള എല്ലാ ക്രമീകരണം ഇതാ ഗവൺമെന്റ് ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് ചെയ്തു തരുന്നു. അപ്പൊ ഒരാൾ പറയാ, എനിക്ക് എഴുത്തും വായന അറിഞ്ഞുകൂടാ അതിന്. അപ്പൊ പറയാ അതും സൗജന്യം, കൃപ. മനസ്സിലായി? അതൊന്നും സൗജന്യം. നീ അവിടെ വന്നാ മതി. ഒഫീഷ്യൽസ് അവിടെ ഇരിക്കുന്നുണ്ട്. അവർ നിനക്ക് വേണ്ടി എല്ലാം എഴുതിക്കോളും. മനസ്സിലായോ? എല്ലാം നിനക്ക് വേണ്ടി അവരെഴുതിക്കോളും. അപ്പോ ഉടനെ പറയാണ്, അയ്യോ എന്റെ ടിക്കറ്റ് എടുക്കാൻ പൈസയില്ല, കൃപ. നീ വന്നാ മതി, ടിക്കറ്റ് ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നീ വന്നാ മതി. മനസ്സിലായോ? നീ വന്നാ മതി, ടിക്കറ്റും അവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ വേറൊരുത്തം പറയാ, അയ്യോ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാനായിട്ട് അവരെ ഒന്ന് വിളിച്ചു നോക്കിയാൽ എനിക്ക് പണമില്ലല്ലോ. നോ പ്രോബ്ലം, കൃപ എന്നതുപോലെ ഇതാ ടോൾ ഫ്രീ നമ്പർ. നീ ഒന്ന് വിളിച്ചാൽ മതി, 5 പൈസ കൊടുക്കണ്ട, നീ വിളിച്ചാൽ മാത്രം മതി, എല്ലാം അത് ഗവൺമെന്റ് കൊടുത്തോളൂ. മനസ്സിലായോ? എല്ലാം ഗവൺമെന്റ് കൊടുത്തോളൂ. ഇനി നമ്മൾ താഴേക്ക് വന്നു കഴിയുമ്പോൾ ഇവിടെ നിങ്ങൾ ഓരോ വാക്കുകൾ ഇവിടെ ഈ റെഡ് കളർ ഇട്ടേക്കണം, ശ്രദ്ധിക്കുക. ആൻഡ് മിനിസ്റ്റർ ഓഫ് ഇന്റീരിയർ സെഡ് amnesty period will run from December 4 till February 3. ഈ കൃപയുടെ പീരീഡ് ഇങ്ങനെ ഒരു പീരീഡ് ഉണ്ട്, ഇതേപോലെ അതിനൊരു പീരീഡ് ഇട്ടിരിക്കുക. ഇതൊരു ഉപമ പറയുകയാണ് കേട്ടോ, ശരിക്കും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി. അടുത്തത് മിൻഹാലി സെഡ്. പറഞ്ഞേ, മിൻഹാലി സെഡ്. യേശു പറഞ്ഞതുപോലെ ഇതാ മിൻഹാലി സെഡ്. ഇനി അടുത്തത് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അത് വന്നുകൊണ്ടേയിരിക്കും. ഇനി ഇവിടെ അടുത്തത് മിൻഹാലി സെഡ്, മിൻഹാലി പറഞ്ഞു. ഇനി താഴേക്ക് മിൻഹാലി ആസ്ക്ഡ്, മിൻഹാലി ചോദിച്ചു. ഇനി താഴേക്ക് മിൻഹാലി ആസ്ക്ഡ്, യേശു പറയുന്നു, യേശു ചോദിക്കുന്നു, ജനത്തോട് ചോദിക്കുന്നു, ജനത്തോട് പറയുന്നു. ഇതെല്ലാം അങ്ങനെ കടന്നു വന്നുകൊണ്ട് ഇതാ വീണ്ടും പറയുന്നത് ഹി സെഡ്. പിന്നെ അവസാനം ഹി വാണ്ട്, താക്കീതും കൊടുത്തു. ഗ്ലോറി. ഇങ്ങനെ എല്ലാം കഴിഞ്ഞ് ഇവർക്ക് എന്താണ് ഇവരെല്ലാം പറയേണ്ട അർത്ഥം എന്നറിയാമോ? ഇവിടെ ശ്രദ്ധിച്ചേട്ടെ, ഇവിടെ പറയാണ് ഇലീഗൽ റെസിഡൻസ് ലീവിംഗ് ദ കൺട്രി ഡ്യൂറിംഗ് amnesty period will be exempted from all fines. സകല ഫൈനുകളിൽ നിന്ന് അവർ മുക്തരാണ്. പക്ഷെ ഒറ്റ കാര്യം, ഈ സമയത്ത് അവർ രാജ്യത്ത് നിന്ന് പോയിരിക്കണം. രാജ്യത്ത് നിന്ന് പോയില്ലെങ്കിൽ വാണിംഗ്. He warned that if a person is arrested after the expiry of the amnesty deadline, he will be faced tough legal action. ഈ പീരീഡിൽ പോയില്ല എങ്കിൽ തുടർന്ന് ശക്തമായ നിയമ നടപടിയായിരിക്കും ആ വ്യക്തിക്കെതിരെ ഉണ്ടാവാൻ പോകുന്നത്. ഇതെല്ലാം ഇതാ മിൻഹാലി സെഡ്. യേശു വന്നിട്ട് പറയാ, എന്റെ പിതാവ് പറഞ്ഞതല്ലാതെ മറ്റൊന്നും പറയാൻ എനിക്കില്ല, എന്റെ പിതാവ് കാണിച്ചതല്ലാതെ മറ്റൊന്നും കാണിക്കാൻ എനിക്കില്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഇനി നിങ്ങൾ UAE ഇരിക്കുക, ഒരാൾ ഈ സമയത്ത് നിങ്ങളുടെ അടുക്കൽ വന്നു, അതെ എനിക്ക് വിഷയമില്ല, പാസ്പോർട്ടും ഇല്ല, കുറേ നാളായി ഞാൻ ഈ കുടുക്കിപ്പെട്ട് കിടക്കുന്നത്, എനിക്ക് എൻ്റെ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്, ഞാൻ എന്ത് ചെയ്യണം? നിങ്ങൾ പറയും, മിൻഹാലി പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? പിന്നെ എന്ത് ചെയ്യണം? ആ മിൻഹാലി പറഞ്ഞങ്ങ് ശ്രദ്ധിച്ചു, മിൻഹാലിയാ പറഞ്ഞങ്ങ് വിശ്വസിക്കേ, നിനക്ക് നാട്ടിലെത്താം. ഹലോ, പറഞ്ഞ മനസ്സിലായോ? മിൻഹാലി പറഞ്ഞ വിശ്വസിച്ചാൽ നിനക്ക് നാട്ടിലെത്താം. ആ വ്യക്തി പറഞ്ഞു, മിൻഹാലി പറഞ്ഞ വിശ്വസിച്ച് നാട്ടിലെത്താം അല്ലേ? ഞാൻ മിൻഹാലിയിൽ വിശ്വസിക്കുന്നു. മിൻഹാലി നല്ലവൻ. ഞാൻ പോയോ ബ്രദറെ? ഞാൻ നാട്ടിലെത്തിയോ? ഇതേപോലത്തെ വിശ്വാസമാണ് കൂടുതൽ എണ്ണത്തിന്റെ. യേശു നമ്മൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും നല്ലവനാ. കുഞ്ഞെ, നിനക്ക് രക്ഷപ്പെടണോ?
എല്ലാം ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. ടോൾ ഫ്രീ നമ്പർ ഫ്രീ ആയിട്ട് അറേഞ്ച് ചെയ്തിരിക്കുക. അവിടെ വന്നാൽ ആപ്ലിക്കേഷൻ ഫ്രീയാ, അത് എഴുതി തരാൻ ആള് ഫ്രീയാ. ടിക്കറ്റ് തരാൻ ഫ്രീ, ടിക്കറ്റ് തരാനായിട്ട് ആള് റെഡിയാ, എല്ലാം ഫ്രീയാ. നിനക്ക് രക്ഷപ്പെടണോ? ബുദ്ധിശൂന്യത വിട്ടിട്ട് കടന്നു പോ. അവിടെ കടന്നു പോ. അവിടെ ഞാൻ വിശ്വസിച്ചു എന്ന് പറഞ്ഞൊരു പാട്ടും പാടിക്കൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണമെന്ന് അറിയാമോ? ആദ്യം ഫ്രീ ആയിട്ടുള്ള ടോൾ ഫ്രീ നമ്പറിൽ വിളിക്കണം. ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പൊ ഓഫീഷ്യൽസ് പറഞ്ഞു തരും, മക്കളെ ഇന്ന കാര്യങ്ങൾ ചെയ്തു തരാം. ഉടനെ അതനുസരിച്ച് അവിടെ ചെല്ലണം. അവിടെ ചെന്നിട്ട് ആപ്ലിക്കേഷനെ കുറിച്ച് മനസ്സിലാക്കി ആപ്ലിക്കേഷൻ വാങ്ങിക്കണം. എഴുതാൻ അറിഞ്ഞുകൂടാ, ഓക്കെ പറഞ്ഞാൽ ഉടനെ അവര് ഫില്ല് ചെയ്ത് തരും. തുടർന്ന് ടിക്കറ്റ് ഇല്ല, ഇതാ അവര് ടിക്കറ്റ് തരും. അതായത് അവർ പറയണത് ആ സിറ്റീസ് ചെയ്യണം. നീ ഒന്നും കൊടുക്കണ്ട, അവര് പറഞ്ഞ ചെയ്താൽ മതി, എല്ലാ സൗജന്യ. മനസ്സിലാവുന്നുണ്ടോ? പിന്നെ എന്നാ വേണ്ടേ? നിനക്കൊരു മനസ്സുണ്ടായാൽ മതി, നിനക്കൊരു മനസ്സുണ്ടായാൽ മതി. ഹല്ലേലൂയ. ആ മനസ്സില്ലാതെ ഇങ്ങനെ ആ വിശ്വാസം എന്ന് പറഞ്ഞിരിക്കുകയല്ല. യഥാർത്ഥ വിശ്വാസം, ട്രൂ ഫെയ്ത്ത് വിൽ പ്രൊഡ്യൂസ് ഒബീഡിയൻസ്. യഥാർത്ഥ വിശ്വാസം, സത്യവിശ്വാസം അനുസരണം റിലീസ് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അല്ലാത്തതൊക്കെ ഫേക്ക് ഫെയ്ത്താ. ഇതൊക്കെ വിളിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ കിടക്കും, ഒന്നും തെരഞ്ഞെടുക്കപ്പെടത്തില്ല. മനസ്സിലായോ? അങ്ങനെ ഇതാ ഈ ഫോമൊക്കെ ഫില്ല് ചെയ്ത് ഫ്രീ ടിക്കറ്റും വാങ്ങിച്ച് നിങ്ങൾ എയർപോർട്ടിൽ വന്ന് ബോർഡിംഗ് കാർഡ് എടുത്ത് നിങ്ങൾക്ക് സെക്യൂരിറ്റി കഴിഞ്ഞ് ഫ്ലൈറ്റിൽ കയറി നിങ്ങൾക്ക് ഇന്ത്യയിൽ വന്ന് ഇറങ്ങാം, സ്വന്തം നാട്ടിൽ പോകാം. മനസ്സിലായോ? എന്നാൽ അംനെസ്റ്റി കഴിഞ്ഞിട്ടും ഞാൻ ഇന്ന് അവിടെ കാണുന്ന കാര്യമുണ്ട്. അംനെസ്റ്റിയെ കഴിഞ്ഞു പോയി, പക്ഷെ കുറെ എണ്ണം അവിടെ തന്നെ ഇന്നും. മനസ്സിലായോ? അവർക്ക് മിൻഹാളി പറഞ്ഞതൊക്കെ നന്നായിട്ട് അറിയാം. അവര് മിൻഹാളി നല്ലവരെന്ന് പറഞ്ഞു, പക്ഷെ ഞങ്ങൾ പോകാൻ തയ്യാറല്ലെന്നും പറഞ്ഞു. മിൻഹാളി നല്ലവൻ, ഞങ്ങൾ പോകാൻ തയ്യാറല്ല, കാരണം ഞങ്ങൾക്ക് ഇഷ്ടം UAE. കണ്ടോ? കർത്താവ് യേശു പറയുന്നു, മക്കളെ പിതാവ് ദൈവരാജ്യം തരാൻ ആഗ്രഹിക്കുന്നത് ഫ്രീ ആയാൽ എല്ലാം ഫ്രീ ആയിട്ട് നമുക്ക് തരും. പക്ഷേ ഇവര് പറയാൻ ആഗ്രഹിക്കുന്നത് യേശു നല്ലവൻ, യേശു നല്ലവൻ, ലോകം വിടാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല. മനസ്സിലായോ? പിന്നെ ഞങ്ങൾക്ക് എന്താ വേണ്ടേ? യേശു ലോകത്തിലുള്ളത് തരൂ. യേശു പറയുന്നത് അങ്ങനെയല്ല, മുമ്പേ നീ പോകാൻ തയ്യാറെടുക്ക, അതോടെ നിനക്ക് ലോകത്തുള്ള ദൈവം തരും. മുമ്പേ നീ ദൈവരാജ്യത്തിലേക്ക് പോകാൻ തയ്യാറെടുക്ക. മനസ്സിലാവുന്നു സഹോദരങ്ങളെ? മനസ്സിലാവുന്നോ? അതുകൊണ്ട് ഈ ശബ്ദവചനം ആരെങ്കിലും കേൾക്കുമ്പോൾ ഫേക്ക് ഫെയ്ത്ത് ഉണ്ടെങ്കിൽ അതൊന്ന് വിട്. ലോകം വിടാൻ തയ്യാറെടുക്കും. UAE വിടാൻ തയ്യാറെടുത്താൽ ഇന്ത്യയിൽ എത്താൻ പറ്റും. മനസ്സിലായോ? ഈ വിശ്വസിച്ചൊന്നും പാടി മാത്രം ഇരിക്കുന്നവരാരെന്ന് അറിയാമോ? ലോകം വിടാൻ തയ്യാറല്ലാത്തവരാ. ലോകത്തുള്ളവരെ സ്നേഹിക്കരുത്, ഇതാ ദൈവരാജ്യം വാണി തന്നു കഴിഞ്ഞു. ലോകം വിടാൻ തയ്യാറല്ലാത്തവരാ ഇത് പാടിക്കൊണ്ട് ഇവിടെ ഇരിക്കണേ. അല്ലാത്തവർ യാത്ര ചെയ്യും. ഏത് യാത്രയെന്ന് അറിയാമോ? യേശുവിനെ അനുഗമിക്കുന്ന യാത്ര. നമ്മുടെ അൾട്രകോളുകൾ ഇല്ലാത്ത അൾട്രകോൾ. ഇഷ്ടംമാരെ അൾട്രകോളുകളുണ്ട്, പക്ഷെ നമ്മുടെ അൾട്രകോൾ ഇല്ലാത്ത അൾട്രകോളായത്. നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലേ? പ്രസംഗം കഴിഞ്ഞ അവസാനം അൾട്രകോൾ കൊടുക്കത്തില്ലേ? അതിൽ ഓരോ അൾട്രകോളാ യേശുവിനെ സ്വീകരിക്കാൻ താല്പര്യമുള്ളവർ, അതായത് ബോണഗെയിൻ താല്പര്യമുള്ള ആരൊക്കെ ഉണ്ട്? കൈ പൊക്കാൻ ധാരാളം ഉണ്ട്. പിന്നെ അടുത്ത അൾട്രകോള രോഗസൗഖ്യം പ്രാപിക്കാൻ ആളുണ്ട്, അതിന് ഇഷ്ടംമാരെ ആളുണ്ട്. പിന്നെ അടുത്ത അൾട്രകോള പരിശുദ്ധാത്മ അഭിഷേകം പ്രാപിക്കാൻ ആളുണ്ട്. ആരുണ്ട്? അതിനുണ്ട് ആള്. പിന്നെ അതിന് ഏറ്റവും വലിയ അൾട്രകോളായിട്ട് കാണുന്നത് യേശുവിന് വേണ്ടി പോകാൻ ആളുണ്ട്. അതൊരു അൾട്രകോളാ, അതിനും ആളുണ്ട്. പക്ഷെ ഇല്ലാത്തൊരു അൾട്രകോളുണ്ട്, അതിന്റെ പേരാണ് ക്യാമൽ അൾട്രകോൾ. നമ്മുടെ മൂന്നാമത്തെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ ചിന്തിക്കുക. ക്യാമൽ അൾട്രകോൾ, യേശു പറഞ്ഞ ഒട്ടകത്തെ വിഴുങ്ങി ഒതുകിനെ അരിച്ചെടുത്തു. ക്യാമൽ അൾട്രകോൾ അതിനുവേണ്ടിയാ ദൈവ കർത്താവിനെ ഇങ്ങോട്ട് അയച്ചത്. യേശുവിനെ അനുഗമിക്കാൻ ആരുണ്ട്? ഈ ഒരു അൾട്രകോൾ ഇത് കേൾക്കാനേ ഇല്ല. യേശുവിനെ അനുഗമിക്കാൻ ആരുണ്ട്? യേശുവിനെ അനുഗമിക്കണ എങ്ങോട്ടാ? യേശു പോയോടത്തേക്ക്. യേശു പോയോടത്ത് എങ്ങോട്ടാ? പോയത് എങ്ങോട്ടാ? പിതാവിന്റെ വലതുഭാഗത്ത് ദൈവരാജ്യത്തിലേക്ക് യേശു പോയേ. യേശുവിനെ അനുഗമിച്ച നമ്മൾ എത്തുന്നത് എവിടെയാ? പിതാവിന്റെ വീട്ടിലാ ദൈവരാജ്യത്തിൽ എത്തുന്നേ. യേശുവിന് വേണ്ടി പോകണമെന്നല്ല, പക്ഷെ അത് പിതാവിന്റെ വീട്ടിലേക്കല്ല, അത് ലോകത്തിലേക്കാ പോകുന്നേ. ഹലോ, അഭിഷേകം പ്രാപിച്ചു പോകുന്നത് പിതാവിന്റെ വീട്ടിലേക്കല്ല, ലോകത്തിലേക്കാ. പുറത്തെ മനുഷ്യൻ മകനായല്ല, ദാസനായി. അവനൊരു കൈത്തിരി പോലെ കത്തി വരിഞ്ഞ് ലോകത്തെത്തിയും ഒരു ശവപ്പെട്ടിയിൽ അവനിട്ട് സെല്ലിൽ കൊണ്ടുവയ്ക്കും. എന്നാൽ പിതാവിന്റെ വീട്ടിലേക്ക് യേശുവിനെ അനുഗമിച്ച് ചെല്ലുന്നവൻ അവൻ എന്നേക്ക് ജീവിക്കും. ദാസനായല്ല, പുത്രനായി.
ദാസൻ എന്നേക്കും വീട്ടിൽ വസിക്കത്തില്ല, പുത്രനോ എന്നേക്കും വീട്ടിൽ വസിക്കും. മനസ്സിലായോ? ദൈവത്തിന് മനസ്സുള്ളവരായി തീരാൻ, ദൈവത്തിന് മനസ്സുള്ളവരായി തീരാൻ മനസ്സിലാക്കി എന്താ ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം വലിയൊരു ഇൻവെസ്റ്റ്മെന്റാണ് ചെയ്തിരിക്കുന്നത്. ആമേ. അതുകൊണ്ട് മിൻഹാളി നല്ലവെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാണ്ട് മിൻഹാളി എന്താ പറയുന്നത് വിശ്വസിച്ച് അത് ചെയ്താൽ നിനക്ക് UAE വിട്ട് നാട്ടിൽ പോവാം. ഇതേപോലെ ദൈവം ക്രിസ്തു നല്ലവെന്ന് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കാതെ ക്രിസ്തു പറഞ്ഞ വിശ്വസിച്ച് അത് അനുസരിച്ചാൽ കുഞ്ഞേ യേശുവിനെ പിന്തുടർന്നാൽ നിനക്ക് സ്വർഗീയ ഭവനത്തിച്ചല്ല. മനസ്സിലാവുന്നുണ്ടോ? ഗ്ലോറി. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. താങ്ക് യു ജീസസ്. മിൻഹാളിക്ക് പറയാനാണെന്നറിയാമോ? മിൻഹാളിക്ക് പറയാനുള്ളത് ഫോളോ ദ ഇൻസ്ട്രക്ഷൻ വിച്ച് ഐ സെഡ്. യേശുവിന് പറയാനുള്ളതെന്നറിയാമോ? ഞാൻ പറഞ്ഞത് നിങ്ങൾ ഫോളോ ചെയ്യേ, എന്നെ ഫോളോ ചെയ്യേ. ഓ ഗ്ലോറി. Jesus, I thank you. Swela. എന്താ ശൈലി എന്ന് പറഞ്ഞ? Pause and slowly think. ഇപ്പൊ കേടയെ കുറിച്ച് ചിന്തിക്കാൻ എന്റെ വിശ്വാസം ഏത് ടൈപ്പാണെന്ന്. ഇത് പാട്ട് പാടുന്ന വിശ്വാസം മാത്രമാണെങ്കിൽ അത് മാറ്റിയിട്ട് മനുഷ്യരുടെ മുമ്പാകെ അല്ല ദൈവത്തിന് മുമ്പാകെ ട്രൂ ഫെയ്ത്ത് ആക്കി മാറ്റുക. ഇത് ആരും കാണത്തില്ല സഹോദരങ്ങളെ. അവസാനം ഗേറ്റ് ചെല്ലുമ്പോഴാണ് പിടുത്തം. ഗേറ്റ് എന്നൊരു സാധനമുണ്ട്, നാരോ ഗേറ്റ് എന്നൊരു സാധനമുണ്ട്. അതാണ് ക്രിസ്തുവിൻ്റെ ന്യായാസനം, നാരോ ഗേറ്റ്. കർത്താവ് പറഞ്ഞ് ഇടുക്കുവാതിലൂടെ ഈ നാരോ ഗേറ്റിലൂടെ ദൈവരാജ്യത്തിൽ കടത്തി. ഇത് പറഞ്ഞ ഞാനല്ല, കർത്താവ് യേശുവാണ്. അവസാനിച്ചിട്ട് ആരംഭിക്കണേ. വെളിപ്പാട് ദിവസം 21-22 ക്ലോസ് അപ്പുറം പോയി. പിതാവ് ചെയ്തതുപോലെ തന്നെ പുത്രൻ ചെയ്യണം, അവസാനിപ്പിച്ചിട്ടേ ആരംഭിക്കൂ. എൻ്റെ ത്രൂ ദ നാരോ ഗേറ്റ്. 7:13. ഗ്ലോറി. ഹല്ലേലൂയ. അപ്പൊ യേശു പറഞ്ഞത് അത് പുതിയ നിയമം മൊത്തം അതിൻ്റെ ഉള്ളിലുണ്ട്. ഒരൊറ്റ കാൽ വാക്യത്തിൽ പുതിയ നിയമം മുഴുവനുണ്ട്. ഗ്ലോറി. അതിനെ നമ്മൾ വിശാലമാക്കരുത്. ഏത് കെയർ ഓഫ് ഇട്ടാലും അതിനെ വിശാലമാക്കരുത്. വിശാലമാക്കിയാൽ അടുത്തത് അതിന്റെ 14-ാം വാക്യത്തിലേക്ക് 15-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ അടുത്തത് കടന്നു വരിക കള്ളപ്രവാചകന്മാർ സൃഷ്ടിച്ചു കൊടുക്കുക. യേശു ചെറുതാന്ന് പറഞ്ഞതിനെ, യേശു ഇടുക്കമുള്ളതെന്ന് പറഞ്ഞതിനെ നമ്മൾ വലുതാക്കിയ കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചു കൊള്ളുക. അത് നമ്മൾ ശ്രദ്ധിച്ചോളണം, അല്ലെങ്കിൽ അപകടത്തിലേക്ക് പോകും. പ്രിയരെ, ഈ കാണും നമ്മൾ ഇന്നലെ ഞാൻ പഠിച്ചതിന്റെ രത്നച്ചുരുക്കമാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ദൈവരാജ്യത്തിന്റെ കാര്യങ്ങൾ പൗലോസ് നട്ടു, അപ്പോളോസ് നനച്ചു. എന്താ ഈ നനയ്ക്കാന്ന് പറഞ്ഞ? ഇതിപ്പോ ഞാൻ മിനിഞ്ഞാന്ന് നട്ടത് ഇന്ന് നനയ്ക്കുക, ഇന്നലെ നട്ടത് ഇന്ന് നനയ്ക്കുക. നാളെ മുതൽ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയാണ് നനയ്ക്കേണ്ട കാര്യം. നനയ്ക്കുക എന്ന് പറഞ്ഞതിന്റെ അർത്ഥം വെച്ചാൽ ഇത് തന്നെ മെഡിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം, മെഡിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം, മെഡിറ്റേറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പൊ എന്താ ചെയ്യണേ? ഇന്നലെ കെടാൻ പോയത് അപ്പത്തിന് വെള്ളം വീണു, കെടാൻ പോയത് ഇച്ചിരി വെള്ളം വീണു. അങ്ങ് മുളച്ച് കിട്ടി അങ്ങ് കയറി പോകും, മുളച്ച് കിട്ടി അങ്ങ് കയറി പോകും. മനസ്സിലായോ? ഞാൻ പറഞ്ഞു ദൈവം എന്നെ പഠിപ്പിച്ചതാണ്, ഞാൻ ജീവിക്കുന്നത് അങ്ങനെയാണ്. ഒരു മനുഷ്യൻ 2 ഭാഗങ്ങളാണ്, അകത്തെ മനുഷ്യനും പുറത്തെ മനുഷ്യനും. ശക്തി പറഞ്ഞ 4-15 നമുക്ക് കാണാം. അവിടെ പുറത്തെ മനുഷ്യൻ നാളത്തോടും നാൾക്ക് നാൾ ദ്രവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്തെ മനുഷ്യൻ അതിനെ ശക്തിപ്പെട്ടുകൊണ്ടേ ഇരിക്കുക. പുറത്തെ മനുഷ്യനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ലോകത്തിന് മുമ്പാകെ ജീവിക്കാനാണ്, അകത്തെ മനുഷ്യൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ദൈവത്തിന് മുമ്പാകെ ജീവിക്കാനാണ്. അകത്തെ മനുഷ്യനാണ് പുറത്തെ മനുഷ്യന്റെ ഡ്രൈവർ. അകത്തെ മനുഷ്യൻ ദൈവത്തിന് മുമ്പാകെ ജീവിച്ച് ദൈവത്തിന് ഇൻസ്ട്രക്ഷൻ സ്വീകരിക്കുകയും അതാണ് അതിന്റെ അന്നു വേണ്ട ആഹാരം സ്വീകരിച്ച് അതുപയോഗിച്ച് പുറത്തെ മനുഷ്യനെ ഡ്രൈവ് ചെയ്യണം. നമ്മുടെ മനസ്സാണ് നമ്മുടെ ശരീരത്തിന്റെ ഡ്രൈവർ. അങ്ങനെ ആണ് ജീവിക്കേണ്ടത്. അതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത്. ഇതാ ഔട്ടർ മാൻ. ഈ കാണുന്ന വ്യക്തിയാണ് ഔട്ടർ മാൻ. ഇതാ ഈ കാണുന്ന വ്യക്തിയാണ് ഇന്നർ മാൻ. ഔട്ടർ മാൻ ലോകത്തിന്റെ മുമ്പാകെ ജീവിക്കുന്നു, ഇതാണ് ഭൂഗോളം, അതിന്റെ മുമ്പാകെ ജീവിക്കുന്നു. ഇന്നർ മാൻ ഇതാ പിതാവിന്റെ മുമ്പാകെ ജീവിക്കുന്നു. പിതാവിന്റെ മുമ്പാകെ ജീവിക്കുന്ന ഇന്നർ മാൻ പിതാവിൽ നിന്ന് ഡെയിലി ബ്രെഡ് സ്വീകരിക്കുകയും ഔട്ടർ മാനെ ഡയറക്റ്റ് ഡ്രൈവ് ചെയ്യുകയും ചെയ്യുന്നു. പ്രോപ്പറായിട്ട് ഡ്രൈവ് ചെയ്യാൻ പറ്റും. ഇങ്ങനെയാണ് ഒരു ദൈവവേദന ജീവിക്കേണ്ടത്. ഗ്ലോറി. ഇന്നത്തെ ജീവിതം അങ്ങനെയല്ല. ഞാൻ കണ്ടു, ഞാൻ കേട്ടു, മനോരമ, മാതൃഭൂമി, TV ഇതെല്ലാം കൊണ്ട് ഞാൻ കേട്ടത്, അതുകൊണ്ടാണ് ഞാൻ ജീവിക്കുന്നത്. അതുകൊണ്ട് ദൈവത്തിന് പറഞ്ഞ കാഴ്ചയാലല്ല നമ്മൾ ജീവിക്കേണ്ടത്. അത് മൃഗത്തിന്റെ സ്റ്റൈലാണ്, അത് കടമെടുക്കല്ലേ. നശിച്ചു പോകാനാണ് മൃഗം. നശിച്ചു പോകുന്ന മൃഗങ്ങളുടെ സ്റ്റൈൽ കടമെടുക്കരുത്. മാനത്തോടെ ഇരുന്ന മനുഷ്യൻ വിവേകശൂന്യനായാൽ അത് നശിച്ചു പോകുന്ന മൃഗത്തിന് തുല്യം. സങ്കീർത്തനം 49:20. അപ്പൊ പ്രിയ ദൈവത്തിന് മൃഗത്തിന്റെ രീതി നമ്മൾ ഇന്ന് കടമെടുത്ത് ജീവിക്കുക. അത് മൃഗത്തിന്റെ രീതി മൃഗത്തിലോട്ട് കൊടുക്കുക. നമുക്ക് നമ്മുടെ ജീവിത രീതി നമുക്ക് ഉപയോഗിക്കാം. മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് നാം മനസ്സിലാക്കിയത്. ശ്രദ്ധിച്ചു, നാം മനസ്സിലാക്കി. മനുഷ്യൻ ജീവിക്കേണ്ടത് സമുദ്രത്തിലാണ്, മൃഗങ്ങൾ ജീവിക്കേണ്ടത് കരയിലാണ്, മനുഷ്യൻ ജീവിക്കേണ്ടത് സ്വർഗരാജ്യത്തിലും ഭൂമിയിലും കൂടെയാണ്.
ദൈവത്തിന്റെ മുമ്പാകെയും ലോകത്തിന്റെ മുമ്പാകെയും മനുഷ്യൻ ജീവിക്കേണ്ടത്. നാം പഠിച്ചതായിരുന്നു ഓൾറെഡി. ഇനി Glory to God. Hallelujah. Oh Jesus, I love you. ജഡത്തിന്റെ സൈഡ് നാം ഇന്നലെ കേട്ടു. ജഡത്തിന്റെ സൈഡ് കർത്താവ് പറഞ്ഞു ജഡം ഒന്നിനും ഉപകരിക്കുന്നില്ല. പ്രോഫിറ്റ് നത്തിങ്. ആമേൻ. എന്നാൽ നമുക്ക് ആ ചിന്തകൾ വരത്തില്ല. ശ്രദ്ധിച്ചോളൂ. ജഡത്തിനുള്ള മാതാപിതാക്കന്മാർ ഒരു ജഡത്തിന് ജന്മം കൊടുത്തു. ആ ജഡത്തിന് പേരിട്ടു. ജഡത്തിന് ഒരു പ്രൊഫഷൻ, ഡോക്ടർ, എഞ്ചിനീയർ, പൈലറ്റ് പ്രൊഫഷൻസ് എന്തെങ്കിലും കൊടുത്തു. ജഡത്തിന് കഴിക്കാനുള്ള ബിരിയാണി, മീല്, പുട്ട്, കടല ഒക്കെ ഉറക്കി കൊടുത്തു. ജഡത്തിന് ഇടാനുള്ള ഉടുപ്പിട്ടു. ജഡത്തിന് സഞ്ചരിക്കുവാനുള്ള കാറ്, ജഡത്തിന് താമസിക്കാനുള്ള വീട്, ജഡത്തിന് ഇരിക്കാനുള്ള കസേര, അവസാനം ജഡത്തിന് കിടക്കാനുള്ള ശവപ്പെട്ടി, അതിന് ശവപ്പെട്ടി, ആ ജഡം കിടക്കുന്ന ശവപ്പെട്ടി കിടക്കുവാനുള്ള സെമിത്തേരി. ഇതാ 3-4-5 മാസം കൊണ്ട് അത് പൂർണ്ണമായും ഒന്നുമില്ലാതെയായി, അസ്ഥിപഞ്ജരമായി, ഒന്നുമില്ലാതെയായി തീർന്നു. ഈ വ്യക്തിക്ക് വേണ്ടിയാണ് നാം ജീവിതകാലം മുഴുവൻ അധ്വാനിക്കുന്നത്. കർത്താവ് പറഞ്ഞു ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഒന്നും കിട്ടുന്നില്ല. മനസ്സിലായോ? എന്നാൽ ശ്രദ്ധിച്ചേ, ഈ ഫ്ലഷിലായിരിക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് എഡ്യൂക്കേഷൻ ഉണ്ട്. 2 ടൈപ്സ് ഓഫ് എഡ്യൂക്കേഷൻ. അതിൽ ഒന്ന് കൊടുക്കാൻ മാത്രമേ സുബോധം നഷ്ടപ്പെട്ട ജനം ശ്രദ്ധിക്കുന്നുള്ളൂ. അതായത് പ്രയോജനമില്ലാത്തത് കൊടുക്കാൻ. ഇതാ എഡ്യൂക്കേഷൻ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്ന എഡ്യൂക്കേഷൻ ശ്രദ്ധിക്കുക. നിന്റെ നെറ്റിയിൽ ഏർപ്പോട്ട് ജീവിക്കുവാൻ കർത്താവ് പറഞ്ഞു. എപ്പോഴാ പറഞ്ഞതെന്നറിയാമോ? ഇതാ ദൈവത്തിന്റെ കസ്റ്റഡിയിൽ നിന്ന് ആള് പോയി, പിശാചിനാൽ പിടിക്കപ്പെട്ടു, പാപം ചെയ്തു, അന്ന് നീ മരിക്കുമെന്ന് പറഞ്ഞു. പിടിക്കപ്പെട്ടതോടുകൂടെ തന്റെ കസ്റ്റഡിയിൽ നിന്ന് പോയി. ഇനി കർത്താവ് പറയുന്നത്, കർത്താവ് അവരെ ശപിച്ചതല്ല, ഇനി നിന്റെ സിസ്റ്റം ഇതാ. കാരണം ഇനി അപ്പന്റെ അടുത്ത് നിന്ന് നിന്നെ കൊണ്ടുപോയി അപ്പന്റെ ശത്രു, ഇനി അവൻ നിന്നെ മൂക്കൊണ്ട് ശിക്ഷ വരപ്പിച്ചിട്ട് നിനക്ക് എന്തെങ്കിലും തരും. ഇതാ പറഞ്ഞതിന്റെ അർത്ഥം. ഇത് നിന്റെ നെറ്റിയിൽ ഏർപ്പോണ്ടേ നിനക്ക് കഴിക്കാൻ പറ്റത്തുള്ളൂ. മനസ്സിലായോ? അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് ഇതാ ജനം പോയി. ഇതാ അവിടെ ഇവരുടെ സമയം മോഷ്ടിച്ച് ഇവരെ കൊണ്ട് വലിയ ഭാരിച്ച ഒരു ഭാരവും തലയിടിപ്പിച്ച് 3-ാം വയസ്സ് മുതൽ തുടങ്ങും. LKG UKG എന്ന് പറഞ്ഞുകൊണ്ട് അവൾ തുടങ്ങി. അതിന് കുഞ്ഞുങ്ങളുടെ നടുവും പൊട്ടിയാണ് അവർ വലിയ ഭാരം കൊണ്ട് നടക്കുക, ചുമലും കൊണ്ട് നടക്കുക. ആര് വെച്ച് കൊടുത്ത? അപ്പനും അമ്മേ കൊടുത്താ. എന്തിനാണെന്നറിയാമോ? അവന് സെമിത്തേരി ചെല്ലുന്നതിന്, അല്ലെങ്കിൽ അവൻ സെമിത്തേരി ചെന്ന് തീരണതിന് മുമ്പ്, മനസ്സിലായോ, അവന് ജീവിക്കാനുള്ള ക്രമീകരണമാണ്. ഇത് വെച്ചു കൊടുത്തിരിക്കുക. ഇതാ എന്നിട്ട് അവനെ ഡോക്ടറാക്കി, എഞ്ചിനീയർ ആക്കി. എന്നിട്ട് എന്ത് ചെയ്യുക? കൂടുതൽ പ്രൊഫഷൻ ആക്കണം. എന്നിട്ട് ഭയങ്കര കോമ്പറ്റീഷനാ. അടുത്ത വീട്ടിലെ കുഞ്ഞുമായിട്ടും ഒക്കെ ഭയങ്കര കോമ്പറ്റീഷനാ. തുടർന്ന് അവനെ ഡോക്ടറാക്കി, എഞ്ചിനീയർ ആക്കി. അവൻ നന്നായിട്ട് ബിരിയാണിയും പുട്ടും ഇഡ്ഡലി എല്ലാം കൊടുത്ത് ഭദ്രമായ ശവപ്പെട്ടിയിൽ വെച്ച് അവനെ കൊണ്ട് അടക്കും. മനസ്സിലാവുന്നുണ്ടോ? എന്താ പ്രയോജനം ഇത്രയും ചെയ്തതിന്? നത്തിങ്. കർത്താവ് പറഞ്ഞു ഫ്ലഷ് പ്രോഫിറ്റ് നത്തിങ്. ഒരു പ്രയോജനമില്ലാതെ അവിടെ തീരുകയാണ്. എന്നാൽ ഇതാ എഡ്യൂക്കേഷൻ ഫോർ എറ്റേണൽ ലൈഫ്. ഈ എഡ്യൂക്കേഷൻ ആരുമില്ല. കർത്താവിന്റെ വിദ്യാഭ്യാസത്തിന് ആരുമില്ല. ആ കർത്താവിന്റെ വിദ്യാഭ്യാസമാണ്. അത് നിത്യമായ ജീവിതം ലഭിക്കുന്ന വിദ്യാഭ്യാസമാണ്. ഇതിന് ആരുമില്ല. ഹല്ലേലൂയ. നിങ്ങൾ അങ്ങനെ വിദ്യാഭ്യാസം ഉണ്ട്. പിന്നെ കർത്താവ് പറഞ്ഞില്ലേ മത്തായി 14-28 വാക്യം, 29 വാക്യം, 29 വാക്യത്തിൽ പറയുകയാണ്, നിങ്ങൾ എന്റെ നുകം ഏറ്റെടുത്ത്, ഇനി ഞാനാ നിങ്ങളുടെ ടീച്ചർ, എന്റെ നുകം ഏറ്റെടുത്ത് എന്നോട് പഠിപ്പിൻ, എന്നാൽ നിങ്ങളുടെ ആത്മാവിനല്ല, ട്രാൻസ്ലേഷൻ മിസ്റ്റേക്ക്, മലയാളം ധാരാളം ട്രാൻസ്ലേഷൻ മിസ്റ്റേക്കാ, സോളിന് ആശ്വാസം ഉണ്ടാകും. നിങ്ങളുടെ സോളിന് ആശ്വാസം ഉണ്ടാകും. ഇംഗ്ലീഷ് റെഫർ ചെയ്യുക നിങ്ങളവിടെ. നിങ്ങളുടെ സോളിന് ആശ്വാസം ഉണ്ടാകും. മനുഷ്യൻ വെച്ചാൽ ജീവനുള്ള ദേഹിയ. ഉൽപ്പത്തി 2:7 സോളിന് ആശ്വാസം ഉണ്ടാകും. അപ്പൊ നമ്മുടെ സോളിന് ആശ്വാസമാണ് നമ്മൾ ദൈവരാജ്യം അവകാശമാക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിന്റെ അവസാനം ഏതാ നിങ്ങൾക്ക് അറിയാമോ? ധൈര്യമായിട്ട് പറഞ്ഞു. സ്ഥിരം എന്റെ പുറകെ കൂടുന്ന കുറെ സഹോദരങ്ങളുണ്ട്. നിങ്ങളെ ദൈവം മാനിക്കട്ടെ, നിങ്ങൾ മിണ്ടണ്ട. വിശ്വാസികൾക്ക് അറിയണം ഞാൻ എങ്ങോട്ടൊക്കെ പോകണേ. അതിന്റെ അവസാന ഭാഗം എന്താണ്? വിശ്വാസത്തിന്റെ. നമുക്ക് ഒരു കാര്യം ചെയ്യാം, വചനം എടുക്കാം, എന്നിട്ട് അതിൽ നിന്ന് നമുക്ക് തീരുമാനം എടുക്കാം. ഈ വിശ്വാസത്തിന്റെ പോരാട്ടം എന്നൊക്കെ പോലത്ത് പറയുന്നത് അതിന്റെ അവസാനം എന്താ? കമോൺ, നമ്മളെല്ലാം പരിപാടി കഴിഞ്ഞെന്ന് പറഞ്ഞിരിക്കുന്നത് പലരും ഉണ്ട് ഈ കൂട്ടത്തിൽ, ഇല്ലേ? ഇതാ അവിടെ പറയാണ്, വന്ന് 1 Peter chapter 1:9, 1 പത്രോസ് 1:9. അതിന് ഇംഗ്ലീഷും കൂടി, ഇംഗ്ലീഷ് ബൈബിൾ ആരെയാണ് കുഞ്ഞുങ്ങളെ നിങ്ങളൊന്ന് വായിച്ചോളേ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും, നിങ്ങളുടെ വിശ്വാസത്തിന്റെ
അന്ധമായ ആത്മരക്ഷ പ്രാപിക്കുകയും. വിശ്വാസത്തിന് അപ്പോൾ അവസാനം ഉണ്ടല്ലേ? വിശ്വാസത്തിനൊരു അവസാനമുണ്ട്. ആ അവസാനം എന്താ സംഭവിക്കണേ? ആത്മരക്ഷ. ശരിക്കും പറഞ്ഞാൽ ആത്മരക്ഷയല്ല, നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ ആത്മാവ് രക്ഷിക്കപ്പെട്ടു. ഇംഗ്ലീഷ് ബൈബിൾ തൊട്ടെടുത്തുള്ള സ്ക്രീനിൽ കാണാം. ഇംഗ്ലീഷ് ബൈബിൾ ഇതാ കിങ് ജെയിംസ് വർഷം കിടക്കുന്നു. റിസീവിംഗ് ദ എൻഡ് ഓഫ് യുവർ ഫെയ്ത്ത്, ഈവൻ ദ സാൽവേഷൻ ഓഫ് യുവർ സോൾസ്. നിങ്ങളുടെ ദേഹിയുടെ രക്ഷയാണ് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനം. നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആരംഭമാണ് നിങ്ങളുടെ ആത്മാവിന്റെ രക്ഷ. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അവസാനമാണ് നിങ്ങളുടെ ദേഹിയുടെ രക്ഷ. ആത്മാവ് അതിന്റെ ഉടയവനിലേക്ക് മടങ്ങിപ്പോകും. പക്ഷെ ദേഹിയാണ് മനുഷ്യൻ. മനുഷ്യൻ തന്നെ ശാശ്വത ഭവനത്തിലേക്കും പോകും. പൊടി പണ്ടായിരുന്ന പോലെ ശരീരം ഭൂമിയിലേക്കും പോകും. സംഭവപ്രസംഗം 12 പറയുന്ന കേട്ടോ. പൊടി പണ്ടായിരുന്ന പോലെ ഭൂമിയിലേക്ക് പോകും. ആത്മാവ് അതിന്റെ ഉടയവനായ ദൈവത്തിലേക്കും പോകും. ഹൈദരാബാദിൽ വെച്ചൊരു ദേവദാസനോട് ചോദിച്ചതാ, അപ്പേ ഈ ദേഹി എങ്ങോട്ട് പോകുന്നു? ആരാ ദേഹി? മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. 32:7 ദൈവത്തിന് വചനം പറയുന്നു, മനുഷ്യൻ തന്റെ ശാശ്വത ഭവനത്തിലും പോകും. ഏതാ ശാശ്വത ഭവനം? അത് ഇവിടെ വെച്ച് അവന് തീരുമാനിക്കാം. ഇവിടെ വെച്ച് തീരുമാനിക്കാം ഏതാ ശാശ്വത ഭവനം വേണ്ടതെന്ന്. അതിനുള്ള എക്സാമിനേഷൻ ഹോളാണിത്. ഹല്ലേലൂയ. അതുകൊണ്ട് എല്ലാ സൂത്രപ്പണിയൊക്കെ വിട്ടിട്ട് മിൻഹാലി വല്ലവൻ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കാതെ എന്താണോ പറഞ്ഞത് അതനുസരിച്ച് പ്രവർത്തിക്കാൻ. യേശു അതിനുവേണ്ടി പറഞ്ഞതെന്താ? Come on children, follow me. അതിനെന്തുകൊണ്ടെന്ന് പറഞ്ഞേ? ഗോയ്ക്ക് വേണ്ടത് വേറെ, ഫോളോയ്ക്ക് വേണ്ടത് വേറെ. ഇത് തെറ്റിദ്ധരിക്കപ്പെട്ട ആത്മീയത. ഗോ നടത്തിയിട്ട് ഫോളോ എന്ന് പറഞ്ഞിരിക്കുക. ഗോ എന്ന് കർത്താവ് പറഞ്ഞു. അത് അതിന്റെ അർത്ഥം, ഗോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വരാനാണോ? അയ്യോ, ഗോ എന്ന് പറഞ്ഞാൽ വരാനല്ല, പോകാനാ. എന്റെ അടുത്താണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പൊക്കോ, ഞാൻ കൂടെ ഉണ്ടാകും, പൊക്കോ. മനസ്സിലായോ? ഗോ സ്വർഗത്തിലേക്കല്ല, ഗോ ലോകത്തിലേക്കാ. ഗോ സ്വർഗത്തിലേക്കല്ല, ഗോ ലോകത്തിലേക്കാ. മനസ്സിലായോ? സർവഭൂമിയിലും പോയി, സ്വർഗത്തിൽ പോകാനല്ല പറഞ്ഞേ, സർവഭൂമിയിലും പോയി ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുക. ഗ്ലോറി, ഹല്ലേലൂയ. അതിന് കുഞ്ഞേ നിനക്ക് വേണം അഭിഷേകം, അതിന് നിനക്ക് വേണം സമയം, അതിന് നിനക്ക് ഉണ്മാനും ഉടുപ്പാനും വേണം. മനസ്സിലായോ? ഹല്ലേലൂയ. അത് പോകാനാ. അധികം നാൾ പോകാൻ പറ്റത്തില്ല. അതിന്റെ ഇടയിൽ അയ്യോ നടുവേദന, പല്ലുവേദന, കാലുവേദന, മുട്ടുവേദന, അയ്യോ എനിക്ക് പഴയതുപോലെ ചിന്തിക്കാൻ പറ്റത്തില്ല, ഒരു മറവി, കണ്ണ് കാണുന്നില്ലല്ലോ, ഇതൊക്കെ വന്ന് അത് നിർത്തും. അവസാനം ഇതാ പെട്ടിയിൽ അടച്ച് സെല്ലി കൊണ്ടുവയ്ക്കും. ഇതാണ് പറയുന്നത്, ഒരു കൈത്തിരി പോലെ കത്തി എരിഞ്ഞു ഒരിക്കൽ തിരുമാറിൽ മറിഞ്ഞിട്ട് തീരൂടെ. അത് ഗോ. എന്നാൽ ഫോളോ ചെയ്യുന്ന മനുഷ്യൻ അങ്ങനെയല്ല. അവൻ അവസാനിക്കാനല്ല ഫോളോ ചെയ്യുന്നത്, അവൻ നിത്യം ജീവിക്കാനാ യേശുവിനെ അനുഗമിക്കുന്നത്. മനസ്സിലായോ? നിത്യം ജീവിക്കാൻ. ഇന്ന് പലരും തെറ്റിദ്ധരിച്ചിരിക്കണം, ഗോയാണ് ആത്മീയത എന്ന. അഭിഷേകം പ്രാപിച്ച് ഒരു അഭിഷിക്തനായി നമുക്ക് ലോകത്ത് പോയി ദൈവവേല ചെയ്യാം. നല്ല കാര്യം നമ്മൾ ചെയ്യണം, ദാറ്റ് ഈസ് അവർ ഡ്യൂട്ടി. എന്നാൽ യേശുവിനെ അനുഗമിക്കുവാൻ വേണ്ടത് അതല്ല. യേശുവിനെ അനുഗമിക്കണമെങ്കിൽ യേശു പറഞ്ഞത് അതിന്റെ കണ്ടീഷൻ തന്നെത്താൻ ത്യജിച്ച് തന്റെ ക്രൂശ് എടുത്ത് എന്റെ പിന്നാലെ വരട്ടെ. മനസ്സിലായോ? ഗ്ലോറി, ഹല്ലേലൂയ. ഇതിന് വലിയ ഗ്ലോറി ഒന്നും ഈ ലോകം തരത്തില്ല. ഇത് നമ്മൾ ചെയ്താൽ വലിയ സ്റ്റോറി ഉണ്ടാകും നമ്മുടെ ജീവിതത്തിൽ. മനസ്സിലായോ? അതുകൊണ്ട് അതായത് ഒരു വില കൊടുക്കണമെന്ന്. മറ്റത് അങ്ങനെയല്ല. ലോകത്തിലേക്ക് പോയിക്കുമ്പോൾ 10 പേര് മാനിക്കും, മൈക്ക് അഭിഷിക്തന്റെ കയ്യിലേക്ക് കൈമാറുന്നു എന്നൊക്കെ പറയുമ്പോൾ ഒരു സന്തോഷമൊക്കെ അകത്ത് ഉണ്ടാകും. മനസ്സിലായോ? അവൻ അഭിഷിക്തന്മാരെ ദൈവത്തിന്റെ സിംഹാസനത്തിൽ പിടിക്കപ്പെട്ട് കിടക്കുന്ന കാഴ്ചകളൊന്ന് കണ്ടോളണം. നിന്റെ നാമതയാ രോഗികളിൽ